ശരിക്കും പറഞ്ഞാൽ പിണറായി വിജയൻ്റെ പിൻഗാമിയാകാനല്ല വി ഡി സതീശൻ എന്ന കേരളത്തിൻ്റെ പുതിയ മുഖ്യമന്ത്രിയുടെ ആഗ്രഹം. മറിച്ച് കേരളം ഇനി ഒരിക്കൽ കൂടി ആഗ്രഹിക്കുന്ന ഉമ്മൻചാണ്ടിയുടെ പിൻഗാമിയാകാനാണ് സതീശൻ്റെ ആഗ്രഹം. കാരണം ഉമ്മൻചാണ്ടി കേരളം കണ്ട കാരുണ്യത്തിൻ്റെ കർമ്മക്ഷേത്രമായിരുന്നു. ഇത് പറഞ്ഞത് ഉമ്മൻചാണ്ടി നടപ്പിലാക്കിയ പല ജനകീയ പദ്ധതികളും തുടർന്നു പോകാതെ നശിപ്പിച്ചവരാണ് പിണറായി സർക്കാർ. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് കാരുണ്യ പദ്ധതി. ആശുപത്രികൾക്ക് പണം നൽകാതെ അത് നശിപ്പിച്ചു കളഞ്ഞത് പിണറായി സർക്കാരാണ്. അതൊക്കെ തിരിച്ചറിയാൻ കേരളം വർഷങ്ങളെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. എങ്കിലും അതൊക്കെ ഇപ്പോൾ തിരുത്തിയിരിക്കുന്നു. പക്ഷേ ഉമ്മൻചാണ്ടിയുടെ ആ വലിയ കാരുണ്യ പദ്ധതി ഇനി വീണ്ടും തുടങ്ങണമെങ്കിൽ കേരളത്തോടുള്ള സ്നേഹം മാത്രം പോരാ. പിണറായി വിജയൻ സർക്കാർ വരുത്തിവെച്ച വലിയ കുടിശ്ശിക കൂടി തീർക്കണം. അതിന് UDF സർക്കാരിന് കഴിയുമെന്ന് കേരളത്തിലെ പാവങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നുമുണ്ട്. അതുകൊണ്ട് ആ വിശ്വാസം തകർക്കാതെ തന്നെ നോക്കണം. അതാണ് സതീശൻ്റെ ആദ്യത്തെ ദൗത്യം. കുടിശ്ശിക തീർക്കാൻ UDF സർക്കാർ എത്രയും വേഗം നടപടി സ്വീകരിക്കുമോ എന്നാണ് പദ്ധതിയുടെ ഭാഗമായ ആയിരക്കണക്കിന് പാവങ്ങൾ ഉറ്റുനോക്കുന്നത്. 1500 കോടിയോളം രൂപയാണ് ആശുപത്രികൾക്കും മരുന്ന് വിതരണ കമ്പനികൾക്കുമായി പിണറായി സർക്കാർ കൊടുക്കാനായി ബാക്കി വച്ചത്. പിണറായി സർക്കാരിനെതിരായ ജനവികാരം ആളിക്കത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചതും ഈ ആരോഗ്യ മേഖലയിൽ സംഭവിച്ച തകർച്ച തന്നെയായിരുന്നു. പാവങ്ങളെ മറന്നുള്ള ഒരാരോഗ്യ വകുപ്പും മന്ത്രിയും ജനങ്ങളെ മരണത്തിലേക്ക് തള്ളിവിടുകയായിരുന്നു. എന്നാൽ ഇപ്പോഴിതാ UDF സർക്കാരിൽ മുഴുവൻ പ്രതീക്ഷ വെച്ച് വീണ്ടും കാത്തിരിപ്പ് തുടങ്ങിയിരിക്കുന്നു. 2011 അധികാരത്തിൽ വന്ന ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയും KM മാണി ധനമന്ത്രിയുമായ കാലത്താണ് നിർധനരായ രോഗികൾക്ക് സൗജന്യ ചികിത്സ നൽകാനായി ലോട്ടറി വഴി പണം കണ്ടെത്തിക്കൊണ്ടായിരുന്നു ഈ കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസിന് തുടക്കമിട്ടത്. പാവങ്ങളെ ബാധിക്കുന്ന നിർധന രോഗികൾക്ക് ചികിത്സയ്ക്കാവശ്യമായ പണം നേരിട്ട് നൽകുന്നതായിരുന്നു ഈ പദ്ധതി. പിണറായി സർക്കാർ ഈ കാരുണ്യ ബെനവലന്റ് ഫണ്ടിനെ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി അഥവാ കാസ്പ് എന്ന പേരിലേക്ക് മാറ്റിയത്. ശരിക്കും പറഞ്ഞാൽ ഇത് ആ കാരുണ്യ പദ്ധതിയെ അട്ടിമറിക്കുകയായിരുന്നു. നേരിട്ട് പണം കൊടുക്കുന്നതിന് പകരം 5 ലക്ഷം രൂപയുടെ വരെ സൗജന്യ ചികിത്സ സർക്കാർ സ്വകാര്യ ആശുപത്രികൾ കിട്ടുമെന്നായിരുന്നു വാഗ്ദാനം ചെയ്തത്. എന്നാൽ ആ വാഗ്ദാനം മാത്രമായി അത് ഒതുങ്ങി. ആദ്യഘട്ടത്തിൽ കുറച്ചു പേർക്ക് ഈ പദ്ധതിയുടെ പ്രയോജനം കിട്ടിയെങ്കിലും പിന്നീട് ആ പദ്ധതി തകർന്ന് തരിപ്പണമായതാണ് നമ്മൾ കണ്ടത്. പാവങ്ങളുടെ ജീവിതം അതോടെ വഴിമുട്ടി. കാറും എസ്കോട്ടും മാത്രം ശ്രദ്ധിച്ചിരുന്നവർ കാരുണ്യം മറന്നു. കിട്ടുന്ന പണം വകമാറ്റി ചെലവഴിച്ചു. കാരുണ്യയുടെ കുടിശ്ശിക അങ്ങനെ പെരുകി കൂടി. ഇതോടെ എംപാനൽ ചെയ്ത പല സ്വകാര്യ ആശുപത്രികളും ക്ലിനിക്കുകളും ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറി. സർക്കാർ ആശുപത്രികളിലും മെഡിക്കൽ കോളേജുകളിൽ പോലും സൗജന്യ ചികിത്സ എന്ന സങ്കല്പം എല്ലാം അട്ടിമറിക്കപ്പെട്ടു. മുടക്കമില്ലാതെ ചികിത്സ ദീർഘകാലം ആവശ്യമായ വൃക്ക രോഗികൾ പോലും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിൽ ദുരിതത്തിലായി. എന്നാൽ ദാരിദ്ര്യമില്ലാത്ത സംസ്ഥാനം എന്ന പേര് നൽകി പിണറായി ഭരണം അവസാനിപ്പിച്ചപ്പോൾ ചികിത്സയ്ക്ക് പോലും പണമില്ലാത്ത ലക്ഷങ്ങൾ ഈ സംസ്ഥാനത്തുണ്ട് എന്ന് പിണറായി വിജയന് പറയാൻ നാണക്കേടായി. എന്നാൽ ജനങ്ങളൊന്നും മറന്നിട്ടില്ല. അതിനുള്ള പകരം വീട്ടൽ നടത്തിയ ജനങ്ങൾ സതീശൻ സർക്കാരിനെ പ്രതീക്ഷയോടെ കാത്തു നിൽക്കുകയാണ്. പക്ഷേ VD സതീശനും ആരോഗ്യമന്ത്രി മുരളീധരനും ഇത് വലിയ വെല്ലുവിളിയായി തന്നെ ഏറ്റെടുക്കേണ്ടി വരും. കാരണം കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മാത്രം നിലവിൽ 340 കോടിയോളം രൂപ ചികിത്സ നൽകിയ വകയിൽ കൊടുക്കാനുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിനാണെങ്കിൽ ബാധ്യത 140 കോടിയിലേറെയാണ്. ചികിത്സാ ഉപകരണങ്ങൾ വാങ്ങിയ ഇനത്തിൽ മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ മരുന്ന് കമ്പനികൾക്ക് നൽകാനുള്ള തുക വേറെയുമുണ്ട്. സർക്കാർ കുടിശ്ശിക തീർക്കുമെന്ന പ്രതീക്ഷയിൽ ഏറെക്കാലം നഷ്ടം സഹിച്ചും ഈ പദ്ധതിയുമായി സഹകരിച്ചിരുന്ന സ്വകാര്യ ആശുപത്രികൾ പോലും ഒടുവിൽ ഗത്യന്തരമില്ലാതെ ഇതിൽ നിന്ന് പിന്മാറി. എന്നാൽ മുഖ്യമന്ത്രിക്ക് താരാട്ടുപാട്ടുപാടി നല്ല സ്റ്റൈലായി നടന്നിരുന്ന ആരോഗ്യമന്ത്രി എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ചു. ആരോഗ്യരംഗത്തെ കേരള മോഡലിനെ പറ്റി വെറും കപട PR വർക്കുകളിൽ ഒതുങ്ങി. അപ്പോൾ യഥാർത്ഥ കേരള ആരോഗ്യമേഖല അപകടാവസ്ഥയിലായിരുന്നു. അതായത് മരുന്നും ശസ്ത്രക്രിയാ ഉപകരണങ്ങളും വാങ്ങി നൽകിയാൽ മാത്രമേ ഇവിടെ ചികിത്സ കിട്ടുള്ളൂ എന്ന നിലയിലേക്ക് കേരളത്തിലെ സർക്കാർ ആശുപത്രികളുടെ സ്ഥിതി തകർന്ന് തരിപ്പണമായിരുന്നു. അവിടെയാണ് VD സതീശൻ സർക്കാരിൻ്റെ കാരുണ്യ പദ്ധതി വീണ്ടും വരുമെന്ന പ്രതീക്ഷ കേരളത്തിന് നൽകിയിരിക്കുന്നത്.